രാഷ്ട്രീയം നമ്മുടെ വീട്ടിന്റെ പുറത്താണ്. അഥവാ രാഷ്ട്രീയപരമായ ചിന്ത നമുക്കുണ്ടെങ്കിൽ എളാപ്പ, മൂത്താപ്പ അല്ലെങ്കിൽ വല്ലിപ്പ, മക്കളെല്ലാവരും ഒന്ന്. രാഷ്ട്രീയം അതിന് പുറത്താണ്. നമ്മൾ എത്ര വലിയ രാഷ്ട്രീയക്കാരാണെങ്കിലും കുടുംബത്തിൽ പരസ്പരം വാഗ്വാദങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടാകരുത്. വ്യത്യസ്ത സംഘടനക്കാരെ കൂട്ടത്തിലുണ്ടാകും. ചിലപ്പോ സലഫിക്കാരുണ്ടാകും, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകും, സുന്നിക്കാരുണ്ടാകും, വേറെയുള്ള ആൾക്കാരുണ്ടാകും. ആരുണ്ടാകട്ടെ, അതൊന്നും നമ്മുടെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവരരുത്. അത് അവനാണ്, ഇവനാണ്, മറ്റവൻ അങ്ങനെയാണ്, ഇവൻ സലഫിയാണ്, അവൻ കുലുഫിയാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കളിക്കരുത്. കാരണം നമ്മുടെ ആദർശം കൊണ്ട് നമുക്ക് പോകാൻ പറ്റണം. നമ്മൾ നമ്മുടെ ആദർശം കൊണ്ട് പോയിക്കോ, അതിനൊന്നും നിങ്ങൾ മാറ്റണ്ട. പക്ഷെ കുടുംബത്തിൽ നമ്മൾ ഓരോരുത്തരും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകണം. പിന്നെ ചിലപ്പോ ഈ കാലഘട്ടത്തിന്റെ വലിയൊരു ദുരന്തമാണ് മലയാളികൾക്കിടയിൽ കുശുമ്പുള്ളത് പോലെ ലോകത്തിൽ ഒരു മനുഷ്യർക്കും കുശുമ്പില്ല. യൂറോപ്പിൽ അതിസമ്പന്നർ കുറവാണ്. നിങ്ങൾ പഠനം നടത്തി നോക്കി. കാരണം എന്താണെന്നറിയോ? പൈസ ഉണ്ടാക്കുന്നതിനനുസരിച്ച് സർക്കാരിന് ടാക്സ് അങ്ങനെ കൊടുക്കണം. മറ്റൊരു 18%, ഇവര് 38, പിന്നെ ഒരു 40, ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അതിസമ്പന്നരവിടെ കാണൂല. തന്നെയല്ല, ഏകദേശം 5000 കോടി 10000 കോടിയുള്ള ആൾക്കാർ അവിടെ സൈക്കിളിൽ പോകും. കാഴ്ചയാണ്. ഒറ്റ കോയിനിട്ടാൽ, ഒരു പൗണ്ട് ഇട്ടാല്, അല്ലെങ്കിൽ ഒരു കാർഡൊന്ന് ചുരണ്ടിയാൽ സൈക്കിൾ ഇങ്ങനെ പോകുന്ന ആൾക്ക് ചിലപ്പോൾ 11 ബിസിനസ് ശൃംഖലകൾ ഉണ്ടാവും. പക്ഷെ സൈക്കിളിലെ പോവും. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ മലയാളികൾ കുറച്ചുണ്ടെങ്കിൽ തന്നെ ഗോസിപ്പ് കാണിക്കുന്നവരാണ്. ആ ഗോസിപ്പുകൾ ഒരിക്കലും നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് കൊണ്ടുവരരുത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ബിസിനസ് പരമായി ഉയർന്നു പോയി, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പറ്റണം. നമ്മുടെ കൂട്ടത്തിലൊരു കുട്ടി ഉയർന്നു പോയി, നമ്മളെ കുട്ടിയേക്കാൾ വളർന്നാൽ അവന് സല്യൂട്ട് കൊടുക്കാൻ പറ്റണം. ഇന്ന് നമ്മൾ ഭയങ്കര മത്സരത്തിലാ. നമ്മളെ കുട്ടി നീറ്റിന് പഠിക്കണ്ടാവും, അപ്പുറത്തെ കുട്ടിയും പഠിക്കണ്ടാവും. ഈ പണ്ട് കരണ്ട് പോയാണ്ട് അയൽവാസിക്ക് ഒരു നോക്കല്. കരണ്ട് പോയാൽ വേഗം നോക്കൽ അയൽവാസിക്കാണ്. അവിടെയും പൊയ്ക്കണുണ്ടെങ്കിൽ നമുക്ക് നല്ല സമാധാനം. അല്ലാതെ എന്റെ വീട്ടിൽ കരണ്ട് പോയി എന്നുള്ളതല്ല പ്രശ്നം, അയൽവാസിയിലും ഇല്ല. എവിടെയും ഉണ്ടാകരുത്. അങ്ങനെയാണ്. ഇപ്പൊ എന്റെ കുട്ടിക്ക് നീറ്റ് കിട്ടിയില്ല, അപ്പൊ അയൽവാസിന്റെ കുട്ടിക്ക് കിട്ടുമോ എന്നുള്ള ബേജാറ്, അത് പാടില്ല. നമ്മുടെ സങ്കടങ്ങളെ മനസ്സിലൊതുക്കി അവനെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ കുട്ടിക്ക് കിട്ടിയില്ല. നീറ്റല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. നീറ്റ് ഒരു മേഖലയാണ്. ആ മേഖല കിട്ടിയില്ലെങ്കിൽ അതിലും വലിയ മേഖല കിട്ടും. എത്രയോ നീറ്റ് പൊട്ടിയ ആൾക്കാർ സിവിൽ സർവീസിൽ എത്തിയിട്ടുണ്ട്. സിവിൽ സർവീസ് ജയിച്ച ആൾക്കാർ എത്രയോ ആക്ച്വറിയൽ സയൻസിൽ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതാണെന്നല്ലേ. സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാർ ആക്ച്വറിയൽ സയൻസ് പൊട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോ മേഖലയിലെ കഴിവ് തെളിയിക്കലാണ്. അതുകൊണ്ട് നീറ്റ് കിട്ടിയ കുട്ടി മാത്രമാണ് ലോകത്തിൽ ഏറ്റവും വലിയ പൊസിഷൻ എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ബിസിനസ്സുകാർ ഇവിടെ ഉണ്ടാകുമ്പോൾ ആ ക്ലാസ് ഞാൻ എടുക്കുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് ഇതൊരു കുറച്ചൊക്കെ ഒരു ബിസിനസ്സുകാരുടെ ഫാമിലി എന്ന അർത്ഥത്തിൽ പറഞ്ഞോട്ടെ. ലോകത്തിലെ ഏറ്റവും ചെറിയ സാധനം ജോബാണ്. ജോലി ചെയ്യുന്ന എല്ലാവർക്കും പ്രമാദം, എല്ലാവർക്കും സ്നേഹാദരങ്ങൾ. ഈ ലോകത്തിലെ ഏറ്റവും ചെറുത് ജോബാണ്. JOB എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒബേ ദി ബോസ് എന്നാണ്. ജസ്റ്റ് ഒബേ ദി ബോസ്, JOB. അതിന്റെ അർത്ഥം അങ്ങനല്ല കേട്ടോ, അതൊരു ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. അതിന്റെ മുകളിലാണ് എന്തുള്ളത്? നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെൽഫ് എംപ്ലോയ്മെന്റ്. ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലേക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലേക്ക് കയറലാണ്. എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക്കലി ചിന്തിച്ച് മറ്റുള്ളവർക്ക് സിസ്റ്റം ഉണ്ടാക്കി കൊടുത്ത് സിസ്റ്റവും മറ്റുള്ളവരും നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതിന്റെ പേരാണ് ബിസിനസ്. ആ ശൃംഖലയിലേക്കാണ് നമ്മൾ കയറേണ്ടത്. അതിന് മുകളിൽ ഇനി ഒന്നേ ഉള്ളൂ, അതെന്ന് പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റർ എന്നതാണ്. കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വ്യത്യസ്തമായ ഏരിയയിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കേവലം ജോബിലേക്ക് മാത്രം നമ്മൾ എന്താക്കരുത്, ഇകഴ്ത്തി കൊണ്ടുപോകരുത്. ജോബ് ചെയ്യണവരൊക്കെ മോശമെന്നല്ല പറഞ്ഞത്. ജോബ് വലിയൊരു സംഭവം നമ്മൾ വിചാരിക്കരുത്. അതിന് മുകളിൽ ഒരുപാട് വിധാനങ്ങളുണ്ട്. ഇവിടുത്തെ തെയ്യമ്പാട്ടിൽ വന്നിട്ടൊരു വിവാദം പ്രസംഗിച്ചു എന്ന് നിങ്ങൾ പറയരുത്. വിവാദമല്ല, ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് പറയാണ്. ഇവിടുത്തെ പാവം പെൺകുട്ടികൾക്ക്, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്ക്, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ബിസിനസ്സിൽ ഓരോ ഷെയർ കൊടുക്കണം എന്നാ ഞാൻ പറയാം. എന്ന് വെച്ചാൽ ഇവര് വീട്ടിലിരുന്നിട്ട് കുറെ ജോലി ചെയ്യണ്ട്. അവർക്ക് 50,000 രൂപ മാസത്തിൽ കൊടുത്താൽ പോലും എന്താകൂല, അതിന് പകരമാകൂല. ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് പറയല്ല, ഞാൻ ചെറിയ രീതിയിൽ ചെയ്യണോണ്ട് പറയാണ്. ആദ്യം നമ്മളെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് കൊടുക്കേണ്ടത് നമ്മുടെ ഉമ്മാക്കാണ്. നമ്മുടെ ഉമ്മാക്ക്. കാരണം നമ്മുടെ ഉമ്മയിൽ വന്നിട്ട് എന്തായാലും മാനേജ് ചെയ്യാനൊന്നും പോണില്ല. പക്ഷെ ഉമ്മാക്ക് നിങ്ങളൊരു 5% ഇട്ടോക്ക്. ഏതായാലും ഉമ്മാക്ക് നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ ഉമ്മാക്ക് 5% വളരെ അന്തസ്സോടെ കണ്ട് വാങ്ങുമ്പോ
ആ 5% നമ്മളെ പെറ്റുമ്മാക്കും പോറ്റുമ്മാക്കും അഥവാ നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മുടെ ഉമ്മാക്ക് കൊടുത്തതിന്റെ പേരിൽ നമ്മുടെ ബിസിനസ് വെച്ചടി വെച്ചുയരുന്നത് കാണാൻ പറ്റും. കാരണം പ്രാഗൽഭ്യം കൊണ്ടല്ല നമ്മൾ ഈ പാർട്ട്ണറെ വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ അർശ് കുലുക്കാൻ കഴിവുള്ള കണ്ണുനീരുണ്ടായത് കൊണ്ടാണ് നമ്മുടെ ഉമ്മാക്ക് നമ്മൾ പാർട്ട്ണർഷിപ്പ് കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഖത്തറിലും അതേപോലെ തന്നെ ഒമാനിലും ഒക്കെ ആയിട്ട് ഏകദേശം 75ഓളം ഷോപ്പായി. അദ്ദേഹം എല്ലാ ഷോപ്പ് ഉദ്ഘാടനത്തിനും ഉമ്മാനെ കൊണ്ടുപോവുക. വലത്ത് അറബിയോലുണ്ടാവും, ഇടത്ത് അറബിയോലുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷെ രാവിലെ പോയിട്ട് ഉമ്മാനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കുക. കാരണം ഉമ്മാരിങ്ങനെ കത്രിക ഇങ്ങനെ വിറച്ചിട്ട് കണ്ണിങ്ങനെ ഒലിപ്പിച്ചിട്ട് ഒരു ഉദ്ഘാടനം ചെയ്യാനുണ്ട്. അതിലും വലിയൊരു ഉദ്ഘാടകയൊന്നും ഈ ലോകത്തിൽ ആരുമില്ല. അതുകൊണ്ട് സ്വന്തം ഉമ്മമാർക്ക് നമ്മൾ പാർട്ട്ണർഷിപ്പ് കൊടുക്കും. ഞാൻ വിവാദമായിട്ട് നിങ്ങൾ കാണരുത് കേട്ടോ. അവകാശം ചോദിച്ച് വരും ചെയ്യരുത്. മൂപ്പര് അങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ പറയരുത്. എൻ്റെ ഒരു അഭിപ്രായം പറയാം. ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. വാപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാളും പോയിന് കോർഫുക്കാനിൽ ലാഞ്ചിക്ക് പോയിട്ട് ഇറങ്ങിയ സ്ഥലമാണത്. അവിടെ ഇപ്പോഴുണ്ട് കാലിക്കറ്റ് ഹോട്ടൽ. കാലിക്കറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ റാന്തല് പിടിച്ചിട്ട് ഇങ്ങനെ വീശുമത്രേ. അന്ന് പാവം ആ ആളുടെ പേരെന്താന്നറിയ, കഞ്ഞിമൗല എന്ന. കഞ്ഞിമൗല, തിരൂർ സബ്ക ഹോട്ടലിന്റെ വെല്ലിപ്പാന്റെ പേരായി കഞ്ഞിമൗല. ആ കഞ്ഞിമൗല ഇങ്ങനെ റാന്തലുകൊണ്ട് വീശും. വരുന്നവരെ വരിയെന്ന് പറഞ്ഞിട്ട് കരണ്ടില്ലാത്ത ഭൂമിയിലേക്ക് പത്തേമാരിയിൽ കയറി കടലിലേക്ക് ചാടിയിട്ട് നീന്തി ചെന്നിട്ട് ആദ്യമായിട്ട് വിശന്ന് വലയുമ്പോ ആദ്യത്തെ കഞ്ഞി കൊടുത്ത മനുഷ്യന്റെ പേരാണ് കഞ്ഞിമൗല. അദ്ദേഹത്തിന്റെ പേരെന്നെ കഞ്ഞിമൗല എന്ന്. ഇപ്പൊ പേരക്കുട്ടികളൊക്കെയാണ് നടത്തുന്ന, മക്കളും പേരക്കുട്ടികളൊക്കെ. ചെറിയ ഓലപ്പുര പോലുള്ള ഹോട്ടലാണ്. അങ്ങനെ പോയ നമ്മുടെ ഉപ്പമാർ, നമ്മുടെ മുൻഗാമികൾ, അവരൊന്ന് വീട്ടിലിരിക്കുകയാണ്. ആ പാവപ്പെട്ട ആൾക്കാർക്ക് മാസത്തില് മക്കൾ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് 5000, ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണ് 10000. നിങ്ങൾ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അത് അക്കൗണ്ടിലൂടെ വന്ന് നമ്മളെ വാപ്പാക്ക് മാന്യമായിട്ട് കിട്ടുമ്പോ അതൊരു വല്ലാത്ത സന്തോഷം ഉണ്ടാവും. ഞാൻ ഏതോ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട്ടത്തെ ഒരു പയ്യൻ അവൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടിയപ്പോ ആ ശമ്പളം കൊണ്ടുപോയിട്ട് വാപ്പാക്ക് കൊടുക്കുന്നതിന് പകരം ഉമ്മാക്ക് കൊടുത്ത്, എന്നിട്ട് നിങ്ങൾ വാപ്പാക്ക് കൊടുത്താളിന്ന് പറഞ്ഞ്. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ ഇയാണ്ട് കൊടുത്താളുടെ വാപ്പാക്ക് എത്ര സന്തോഷം ഉണ്ടാവും നിന്റെ ആദ്യത്തെ ശമ്പളം സ്വീകരിക്കാൻ. ആ സമയത്ത് മോൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എനിക്കറിയാം, പയ്യനെ നല്ല ദീനിയുള്ള പയ്യനാ. ആ പയ്യൻ പറഞ്ഞ മറുപടി, കുട്ടിക്കാലം മുതലേ പഠിക്കാൻ വാപ്പ ഇങ്ങണ്ട് പൈസ ഇല്ലായിരുന്നു. അന്നൊക്കെ എന്റെ കയ്യ് താഴെയും എന്റെ ഉപ്പാന്റെ കയ്യ് മുകളിലുമായിരുന്നു. എന്റെ ശമ്പളം ഞാൻ അങ്ങോട്ട് കൊടുക്കുമ്പോ എന്റെ കയ്യ് മുകളിലായി പോകും, എന്റെ ഉപ്പാന്റെ കയ്യ് താഴെയായി പോകും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുക്കാൻ ഇഷ്ടമില്ല. ഞാൻ എൻ്റെ യൂത്തിനോട് പറയാം, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അത് മോഹിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് അത് കാത്തിരിക്കുന്നു. നമ്മുടെ മര്യാദകൾ, നമ്മുടെ മനസ്, അവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് ചെയ്തു കൊടുക്കുക. പിന്നെ ഒരാളും കൂടി ഉണ്ട്, അത് പറയുമ്പോൾ ആ വിവാദമാകുക. സ്വന്തം ഭാര്യക്ക് നമ്മൾ പാർട്ട്ണർഷിപ്പ് കൊടുക്കണം. കാരണം നമ്മളെ കൂടെ എല്ലാറ്റിനും ഉണ്ടായ ആളെ. ഇതിലെ മിക്ക ആൾക്കാരും ആദ്യത്തെ പെട്ടിക്കട തുടങ്ങിയത് മിക്കവാറും ഓളെ പണ്ടം വിറ്റിട്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ പോലും കൂടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിച്ച ആളായിരിക്കും. ജസ്റ്റ് ഒരു 5%. അവൾക്കൊരു ഭയങ്കര ഗെറ്റപ്പ് ആയിരിക്കും. അതൊക്കെ പാടെ പിറ്റേന്ന് കണക്ക് വയ്ക്കാൻ നിങ്ങൾ ചെല്ലരുത്, കണക്ക് വയ്ക്കാൻ ചെല്ലരുത്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മളെ ഭാര്യമാർ അതിന്റെ പങ്കാളികളായി മാറാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് ഈ തെയ്യമ്പാട്ടിൽ കുടുംബം വീണ്ടും ഉയർന്നു പോകണം. 5 മിനിറ്റോടെ ഞാൻ അവസാനിപ്പിക്കുന്ന പോലെ ശ്രദ്ധിക്കുക. നല്ല മൂല്യമുള്ള ആളുകളായി മാറുക. ഏകഛത്രാധിപതിയായ അള്ളാഹുവിലേക്ക് സമ്പൂർണമായി തിരിയുക. അവനാണെല്ലാം, അവനിലേക്കാണെല്ലാം. അവനിലേക്ക് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അവനിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്കൊരൊറ്റ നേതാവേ ഉള്ളൂ, അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശ്വാസമയുടെ സുന്നത്തനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. പരമാവധി നമ്മുടെ കുടുംബത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടു പോവുക. നമ്മുടെ ലക്ഷ്യങ്ങൾ പലതാണ്. ഒന്ന് ബിസിനസ്സിൽ ഉയരണം, പ്രൊഫഷണലിസത്തിൽ. നമ്മുടെ കുടുംബത്തെ ഉയർത്തണം, സമൂഹത്തെ ഉയർത്തണം. അതേപോലെ നമ്മൾ സ്വയം ഉയർന്നു പോകണം, സാമ്പത്തികപരമായും ഉയരണം. എല്ലാറ്റിനും അപ്പുറം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഉയരണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായി നമ്മൾ മാറണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മുടെ യൂത്തിനെ, വിദ്യാർത്ഥികളെ അതിരസകരമായ രീതിയിൽ നമ്മൾ വളർത്തിക്കൊണ്ടു പോകണം. മൂന്നാമത്തത്, എല്ലാവർക്കും തണലായി നമ്മൾ മാറണം. ഈ മൂലയിൽ എവിടെയോ ഇരിക്കുന്നുണ്ടാകാം ഒരു പക്ഷെ ഒരു പാവം സ്ത്രീ. നിങ്ങളത് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് ഷർഫുക്കയെ പോലുള്ളവർ ഒരുപാട് ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, എവിടെയെങ്കിലും ഒരു സ്ത്രീ ഉണ്ടാകും, ഒന്നും ചോദിക്കാൻ പറ്റാതെ തെയ്യമ്പാട്ടിൽ കുടുംബമെന്ന് പറയുമ്പോ കാണാൻ വേണ്ടി, കേൾക്കാൻ വേണ്ടി വന്നിട്ടുണ്ടാവും. ഒരു പക്ഷേ അവർക്ക് ഭർത്താവ് ഉണ്ടാകണമെന്നില്ല, 2 മക്കളുടെ കയ്യും പിടിച്ചോണ്ടെന്ന് വന്നിട്ടുണ്ടാകും. അവർക്ക് വീട് വെച്ച് കൊടുക്കാനായിരിക്കണം നമ്മുടെ ആദ്യത്തെ കാരുണ്യഹസ്തം. അവർക്ക് വീടാണ് നമുക്ക് വേണ്ടത്. ആ കുട്ടികളുടെ ഏറ്റെടുക്കലാണ് നമുക്ക് വേണ്ടത്.
അങ്ങനെ ചെയ്യുന്നവരാ നിങ്ങൾ തൈമ്യമ്പാട്ടിൽ കുടുംബം. അത് വീണ്ടും അനുസ്യൂതം ഉയർന്നു പോകട്ടെ. പാവപ്പെട്ടവരെ സഹായിക്കാൻ അവസാനമായ ഒരു വാക്ക് കൂടി. കേരളക്കരയിലും മറ്റുള്ളിടത്തൊക്കെ ഇന്ത്യയുടെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ, ഇന്ത്യ മറ്റൊരു ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കാൻ, വർഗീയത പോയി 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 അവസാനം ചന്ദ്രയാനിൽ കാലുകുത്തുമ്പോ വരെ ചന്ദ്രനിൽ പോലും വർഗീയത കാണുന്ന ആളുകളായി ഇന്ത്യക്കാര് മാറുന്ന ഒരു കാലത്ത് എവിടെ വർഗീയതയുണ്ടായാലും നമ്മുടെ ചുറ്റുഭാഗത്ത് എന്തൊക്കെ സംഭവിച്ചാലും സമാധാനത്തിന്റെ ദൂതുക്കളായി എന്നും ഈ തെയ്യമ്പാട്ടിൽ കുടുംബം ഉണ്ടാകണേ എന്ന് മാത്രമാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. വർഗീയത നമുക്കറിയില്ല, വർഗീയപരമായി പെരുമാറാനും നമുക്കറിയില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പേക്കൂത്തുകൾ ഉണ്ടാക്കുന്നു. മനുഷ്യ സൗഹാർദ്ദത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാ നമ്മള്. ഏത് പൊളിറ്റിക്സ് ആയാലും ഏത് രീതിയിലായാലും മനുഷ്യന്റെ സൗഹാർദ്ദത്തിന് വേണ്ടി, മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമെന്നും കുടുംബത്തിൽ വക്കാണമില്ലാതെ വഴക്കില്ലാതെ പരസ്പരം സ്നേഹിച്ച് കഴിയാമെന്നും ഞങ്ങൾ പഠിച്ചുയർന്ന് ഈ കുടുംബത്തിന്റെ അത്താണിയായി മാറാമെന്നും അതോടൊപ്പം എന്ത് തന്നെ വന്നാലും പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തിരിയുന്ന ജനതയാകുമെന്നും നമ്മൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട്, പ്രയാസമില്ലെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോളി. അവിടെ പാവപ്പെട്ട ഉമ്മാമ്മമാർ എഴുന്നേൽക്കണ്ട, എണീക്കാൻ പറ്റാത്തവർ എണീക്കണ്ട, വേറുള്ളവർ എണീറ്റോളിൻ. എന്നിട്ട് അടുത്തുള്ള ആൾക്കാർക്ക് കുറെ നേരമല്ല നമ്മൾ ഇരിക്കണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗങ്ങൾ 4 ഭാഗത്തേക്കും കൊടുത്തോ, ഒന്ന് കൈ കൊടുത്തേക്കും, അതിന് മടിയൊന്നും കാണിക്കണ്ട. പെണ്ണുങ്ങൾ അവിടെയും കൊടുത്തോളി, ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നൊന്നുമില്ല. ചെറുപ്പക്കാര് പരസ്പരം, തെയ്യമ്പാട്ടിലെ ചെറുപ്പക്കാരികൾ, പ്രിയപ്പെട്ട യുവാക്കൾ, യുവതികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, എല്ലാവരും ഇനി സ്നേഹത്തോടെ, ഇതുവരെയുണ്ടായ ഐക്യത്തോടെ, ഇതിലും വലിയ മൂല്യത്തോടെ, ഇതിലും വലിയ ഐക്യത്തോടെ, പരസ്പരം സ്നേഹത്തോടെ മാത്രം, കുശുമ്പില്ലാതെ കുനുഷ്ടില്ലാതെ ഈ ജ്ഞാബദ്ധമാകണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.